ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ടൈപ്പ് 3ൽ നിൽക്കുന്ന 3 ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആയിട്ടാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ പെട്രോൾ മാനുവൽ ഉണ്ട്, പിന്നെ മാനുവലിൽ വരുന്ന ഒരു CNG വണ്ടിയുണ്ട്. 3 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികാണൊക്കെയുള്ള വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 3 വണ്ടിയും 4 സിലിണ്ടറിൽ വരുന്ന വണ്ടിയാണ്. ന്യൂ മോഡലിൽ ഇപ്പോൾ 3 സിലിണ്ടറാണ് വണ്ടി ഇറങ്ങുന്നത്. ഈ 3 വണ്ടിയും 4 സിലിണ്ടറിൽ ഇറങ്ങുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ അത്യാവശ്യം പുള്ളിങ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ CNGയിൽ വരുന്ന വണ്ടിക്ക് നമുക്ക് ഏകദേശം ഒരു 25 കിലോമീറ്റർ മേലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 16-17, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വരുന്നത് CNG വണ്ടിയാണ്. 2018 വണ്ടിയുടെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് LXi ആണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. KL7 എറണാകുളം രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം പുതിയ ടയർ തന്നെയാണ്. 3 ടയർ പുതിയ ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,95,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,40 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് 2020 മോഡലിൽ നിൽക്കുന്ന സ്വിഫ്റ്റാണ്. VXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവലാണ്, പെട്രോൾ മാനുവലാണ് വണ്ടി വരുന്നത്. KL 77 പേരാമ്പ്ര രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇന്ത്യർഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരും. എയർ ബാഗ്, ABS, ടയർ ബാഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 5,20 വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് കാണിക്കാൻ പോണ വണ്ടി റെഡ് കളറിലുള്ള സ്വിഫ്റ്റാണ്. ഓട്ടോമാറ്റിക്കാണ്. 2021 മോഡലാണ്. VXiയിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 69,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കിൽ വണ്ടിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് AMT ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ VXiയിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ബേസിക്കുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും വണ്ടിക്ക്. സീറ്റ് കവർ, ഫ്രണ്ടത്തെ സീറ്റ് കവറൊക്കെ ഇതിൽ നിന്ന് മാറാനായിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 6,55,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 6 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 3 സ്വിഫ്റ്റും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ടൈപ്പ് 3ൽ വരുന്ന സ്വിഫ്റ്റ് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3ഉം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.